പമ്പയിൽ സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ അതിഥികളെ പരിചരിക്കാൻ ചെലവഴിക്കുന്നത് ലക്ഷങ്ങൾ. ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് പിണറായി സർക്കാരിന്റെ നീക്കം. കുമരകം, ആലപ്പുഴ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ വൻകിട ഹോട്ടലുകളാണ് VIP-കൾക്കായി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിഥികളെ സ്വീകരിക്കാനും സമ്മേളനത്തിൽ എത്തിക്കാനും ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഹൈക്കോടതി വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നടപടികളാണ് അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്നത്. ഈ സംഗമത്തിൽ പങ്കെടുക്കാനെത്തുന്ന അതിഥികളെ പരിചരിക്കാൻ ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ്. എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്? തീർത്തും ആർഭാടപരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് പമ്പയിൽ നടക്കാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ മാറ്റുകയാണ് ദേവസ്വം ബോർഡും സർക്കാരും. പ്രത്യേകിച്ച് വിദേശത്ത് നിന്നടക്കം 3000-ഓളം പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ സംഗമത്തിൽ പങ്കെടുക്കാനായിട്ട് പമ്പയിലേക്ക് എത്തിച്ചേരുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് അത്യാഡംബരമായിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അതിഥികൾക്ക് താമസിക്കുന്നതിന് വേണ്ടി ലക്ഷറി സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഹോട്ടൽ മുറികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കോട്ടയത്തും കുമരകത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഒക്കെ ആയിട്ടാണ് റൂമുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഒപ്പം ഇവരെ കൃത്യമായിട്ട് ഈ സംഗമം നടക്കുന്ന പമ്പയിലേക്ക് എത്തിക്കുന്നതിനും അവിടുത്തെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇവന്റ് മാനേജ്മെന്റ് സംവിധാനത്തെ അടക്കം ദേവസ്വം ബോർഡ് ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ സംഗമം നടക്കുന്ന പന്തൽ, പമ്പ മണൽ തീരത്ത് ക്രമീകരിച്ചിട്ടുള്ള പന്തൽ, അത് അത്യാധുനിക രീതിയിലുള്ള ശീതീകരിച്ച രീതിയിലുള്ള സംവിധാനങ്ങളാണ്. മാത്രമല്ല, ഈ സംഗമങ്ങളുടെ ചർച്ചകൾക്കിടയിലായിട്ട് കലാപരിപാടികൾ, വിജയ് യേശുദാസിന്റെ ഗാനമേള അടക്കമുള്ള കലാപരിപാടികളും ക്രമീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ആഘോഷ പരിപാടിയായിട്ടൊരു താരനിരക്ക് തുല്യമായിട്ടുള്ള രീതിയിൽ, ഒരു അവാർഡ് നിശയ്ക്ക് തുല്യമായിട്ടുള്ള രീതിയിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ, ശബരിമലയിൽ നടക്കുന്ന പരിപാടിയെ ദേവസ്വം ബോർഡും സർക്കാരും മാറ്റിയെടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, 7 കോടി രൂപയോളമാണ് ഈ പരിപാടിയുടെ ആകെ ചിലവായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് അറിയിച്ചത്. പക്ഷേ ഈ 7 കോടി രൂപയും സ്പോൺസർഷിപ്പ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും 7 കോടിയിൽ കവിഞ്ഞ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതായിട്ട് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ദേവസ്വം ബോർഡ് കൃത്യമായിട്ട് പൊതുജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. എന്തായാലും ഈ പണം എറിഞ്ഞുകൊണ്ട് പണം വാരുക എന്നുള്ളൊരു തന്ത്രമാണോ ദേവസ്വം ബോർഡ് ശബരിമലയിൽ പയറ്റുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇത്രത്തോളം കോടി രൂപകൾ മുടക്കിയിട്ട് എന്ത് പ്രയോജനമായിരിക്കും ഒരുപക്ഷെ ശബരിമലയ്ക്കും അല്ലെങ്കിൽ വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും ലഭ്യമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉയരാനിരിക്കുന്ന ചോദ്യമെന്ന് പറയുന്നത്. കൂടുതലും ഇവിടേക്ക് എത്തുന്ന ആളുകൾ ധനികരായിട്ടുള്ള, സമ്പന്നരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ലാഭം ഉന്നമിട്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ പരിപാടി നടപ്പാക്കുന്നത് എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ശബരിമലയ്ക്ക് ഈ പരിപാടി കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത്. പ്രധാനമായിട്ടും സർക്കാർ മറ്റ് പൊതുപരിപാടികളിലൊക്കെ നടക്കുന്നത് പോലെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വീമ്പ് പറയുന്ന രീതിയിലുള്ള ഒരു പൊതുസമ്മേളനമായി ഈ ശബരിമലയിൽ നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം മാറുമോ എന്നുള്ളതൊക്കെയാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തുന്ന 3000-ഓളം പ്രതിനിധികളെ അവർക്ക് വേണ്ടിയിട്ട് അത്യാധുനിക രീതിയിലുള്ള ആഡംബരപൂർവ്വമായിട്ടുള്ള സംവിധാനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകർക്ക് ഈ പമ്പയിലേക്ക് എത്തുമ്പോൾ അവർക്ക്, അതായത് ഗോകുൽ, ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ കൃത്യമായി ഉയർന്നു വന്ന ആരോപണമാണ് ഇത് പണം പിടിച്ചു വാങ്ങാനുള്ള, പണം സമാഹരിക്കാനുള്ള ഒരു ദൗത്യമാണ് സർക്കാരിൻ്റേത് എന്ന്. മാത്രവുമല്ല, ഇത് അയ്യപ്പ സ്വാമിയെയോ അല്ലെങ്കിൽ ഭക്തിയോ ഒന്നുമല്ല ഇതിൻ്റെ പുറകിൽ, വളരെ കൃത്യമായ ഫണ്ട് സമാഹരണമാണ്. ഇപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നത്. VIP-കളാണ് എത്തുന്നത്. അവർക്കൊക്കെ വലിയ ഹോട്ടലുകളിൽ താമസ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ സാധാരണ വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ടല്ല ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി തെളിവ് സഹിതം പുറത്തു വരികയല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും നിലവിൽ അങ്ങനെ തന്നെയാണ്. അതായത് ഇങ്ങോട്ടേക്ക് എത്തുന്ന എല്ലാവരും തന്നെ ധനികരായിട്ടുള്ള ആളുകളാണ്. സാധാരണ രീതിയിലുള്ള ഗുരുസ്വാമിമാരോ അല്ലെങ്കിൽ തീർത്ഥാടകർക്കോ ഈ പരിപാടിയിലേക്ക് ക്ഷണമില്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എന്തായാലും അതിൽ നിന്ന് തന്നെ ഈ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ഉദ്ദേശം വ്യക്തമാണ്. പ്രത്യേകിച്ച് ധനസമാഹരണം തന്നെയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം തന്നെയാണ് സർക്കാരിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. അത് മാത്രമാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നത്, കോടികൾ മുടക്കി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അല്ലാതെ
ശബരിമലയ്ക്കയുടെ ആചാരങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ അനുഷ്ഠാനങ്ങളും അവിടുത്തെ പ്രകൃതിയും ഒക്കെ നിലനിൽക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ നീക്കങ്ങളോ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടോ ഇതിനോടനുബന്ധമായിട്ടോ ഉണ്ട് എന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ്. അല്ലെങ്കിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള വേദികൾ ക്രമീകരിച്ചിരിക്കുന്നു. 3 തരത്തിൽ 3 വേദികളിലായിട്ട് വിവിധ തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലൊന്നും തന്നെ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശബരിമലയുടെ ആ പൂങ്കാവനത്തിൻ്റെ പുണ്യവും പവിത്രതയും ഒക്കെ ബന്ധപ്പെട്ടോ അതിനെക്കുറിച്ചൊന്നും തന്നെ ഒരു ചർച്ചയും ഇല്ല. മറിച്ച് ചില പദ്ധതികളെ പറ്റിയിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകും. ശബരിമല മാസ്റ്റർ പ്ലാൻ, അതോടൊപ്പം തന്നെ ശബരിമല വിമാനത്താവളം, ഇതിനെ തുടങ്ങിയിട്ടുള്ള ചർച്ചകളും പ്രബന്ധങ്ങളും സെമിനാറുകളും ഒക്കെയാണ് ഉണ്ടാവുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിലൊരു പരിപാടി ഇങ്ങനെ ഈ രീതിയിൽ സംഘടിപ്പിക്കുന്നത് കൊണ്ട് അടിസ്ഥാനപരമായിട്ട് അവിടെ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത്, തീർത്ഥാടകർക്ക് എന്ത് ഗുണകരമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ഇനി ഉയരുന്ന ചോദ്യം. അത് മാത്രമല്ല ഈ അന്നത്തെ ദിവസം ഈ ശബരിമലയിലേക്ക് എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകർക്ക് ഒരു പ്രതിസന്ധിയും സൃഷ്ടിക്കരുതെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. പക്ഷേ അവിടെ ആ പന്തലുകളൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പമ്പ മണൽ തീരം നിറയെ ആ ജർമ്മൻ പന്തൽ അത്രത്തോളം വലിയ പന്തലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകർക്ക് സുഗമമായി നടന്നു പോകാനായിട്ട് സാധിക്കുകയില്ല. അന്ന് ശബരിമലയിലേക്ക് എത്തുന്ന 2 ദിവസം 19-20 ദിവസങ്ങളിൽ എത്തുന്ന തീർത്ഥാടകർക്ക് അവിടെ തീർച്ചയായിട്ടും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ VIP അടക്കം വരുന്നത് കൊണ്ട് തന്നെ സുരക്ഷ അത്രത്തോളം കനത്തതാണ്. 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ ദിവസങ്ങളിൽ മാത്രമായിട്ട് പമ്പയിൽ മാത്രം വിന്യസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ഹൈക്കോടതി നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഒരുങ്ങുന്നത്. അതിന്റെ കൂടുതൽ പ്രകടമായ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗോകുൽ രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.